പേരാമ്പ്രയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അതിലേറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഭരണസ്തംഭനം. ഒരു കാര്യം ആമുഖമായിട്ട് പറയാം, ഈ സമരം നിസ്സാരമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ബാനറിൽ എഴുതിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വരെ പോരാട്ടവുമായി ഞങ്ങൾ ഉണ്ടാവും. ഒരു തർക്കവുമില്ല. നമുക്കറിയാം മാലിന്യ പ്രശ്നം. ഞാൻ കോഴിക്കോട് നഗരത്തിൽ താമസിക്കുന്നതാണ്. നഗരത്തിൽ മാലിന്യ കൂമ്പരാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ പറയും നാട്ടുപ്രദേശത്ത് പോയാൽ ശുദ്ധമായി കിട്ടും, മാലിന്യ പ്രശ്നമില്ല, നല്ല പരിസര ജീവിതം. പേരാമ്പ്രയിൽ മാലിന്യങ്ങൾ പ്രശ്നം പരിഹരിക്കാനായി നടപടി ചെയ്യുന്നു. ഇന്ന് നഗരങ്ങളിലെ തന്നെ ചില ഏരിയകളിൽ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾക്ക് വരെ കാരണമാകും ഈ മാലിന്യം. അതുകൊണ്ട് ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായ നടപടി ചെയ്യുക. രണ്ടാമത് ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പകർച്ചവ്യാധിയെ കുറിച്ചാണ്. മഴക്കാലമാണ്. ഞാൻ ചോദിക്കേണ്ട, സാധാരണഗതിയിൽ മഴക്കാലം വരുമ്പോൾ ഈ രോഗങ്ങൾ തടയുവാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരോഗ്യവകുപ്പ് മഴക്കാല രോഗങ്ങൾ പ്രതിരോധിക്കാൻ ഒരു യോഗം പോലും നടത്തിയിട്ടില്ല. എങ്ങനെ നടത്താൻ സാധിക്കുക? നടത്തിയിട്ട് എന്ത് കാര്യമാണത്? വിരലിന് ശസ്ത്രക്രിയക്ക് പോയിട്ടുണ്ടെങ്കിൽ നാവ് ശസ്ത്രക്രിയ, കൈക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കാല് ശസ്ത്രക്രിയ. ഇന്നലെ വേറെ ഒരു സോഷ്യൽ മീഡിയ കണ്ട ധാരണ പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ നടക്കുന്നില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ആരോഗ്യരംഗം അധപ്പതിച്ച് കെട്ടുണ്ടായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം വാങ്ങിയതാണ് കേരളത്തിലെ ആരോഗ്യരംഗം. മസ്തിഷ്കാഘാതം മൂലം മരിക്കുന്ന തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരന്റെ ഹൃദയമെടുത്ത് എയർ ആംബുലൻസിൽ എറണാകുളത്ത് കൊണ്ടുവന്ന് മറ്റൊരു സഹോദരന്റെ ശരീരത്തിൽ പിടിപ്പിച്ച് വിപ്ലവകരമായ നേട്ടമുണ്ടാക്കിയ കേരളത്തിലെ ആരോഗ്യരംഗത്ത്, ആ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ കാലിന് അസുഖമായിട്ട് പോയാൽ കൈക്ക് ചികിത്സ, വിരലിന് പോയാൽ നാവിന് ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെയുള്ള നാണം കെട്ട ഒരു ആരോഗ്യരംഗത്തുള്ള കേരളത്തിൽ മഴക്കാല രോഗത്തിന് പ്രതിവിധി ഉണ്ടാക്കുന്നില്ല. കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് കാലവർഷം വന്നിരിക്കുന്നത്. ഏത് രോഗങ്ങളും എപ്പോഴും കടന്നു വരാം. കാലവും കാലാവസ്ഥയും പ്രവചനങ്ങൾ കലിതമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനം പേരാമ്പ്രയിൽ അത് നടക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ സമരത്തിൽ വന്നിട്ടുണ്ട്, രാകേഷിനോട് ഉണ്ട്. അതായത് ജയിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും ഒരുപോലെ പഞ്ചായത്ത് കൊണ്ടുപോകും. ഇവിടെ LDF-ന്റെ മെമ്പർമാരൊന്നും വേറെ, UDF മെമ്പർ വേറെ, ഒരു ചിത്തമുണ്ടായി. ഞാൻ ചോദിക്കണം, ഇന്ന് രാജീവ് ഗാന്ധിയുടെ ചരമദിനാണ്. രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട് രാജീവ് ഗാന്ധി നടപ്പിലാക്കിയ പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതായത് എങ്ങനെ ഒറ്റക്കെട്ടാകുക? ഇതാരാ ഭരിക്കുന്നത്? നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പോസ്റ്ററും ബോർഡും ഉണ്ടാക്കിയ ആൾക്കാരാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കിയ ആൾക്കാരെ എവിടെയും ഭരിക്കുന്നത് ഒരു രീതിയാണ്. ഞാനൊരു കാര്യം ആധികാരികം പറയുന്നു, ഇത് 2024 പേരാമ്പ്ര ജനോട് ഒറ്റ അഭ്യർത്ഥനയുള്ളൂ. ഏതോ കാലം വികസനത്തിന്റെ ഒത്തുന്ന സിന്ധത്തിന്റെ ഈ പഞ്ചായത്തിനെ നശിപ്പിച്ചവർക്കെതിരെ നിങ്ങൾ 25 വിധി എഴുതണം. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു തരുന്നു, ഒരു തവണ UDF-ന് പഞ്ചായത്തിൽ അധികാരം തന്നാൽ കേരളത്തിലെ മാതൃകാ പഞ്ചായത്താക്കി ഞങ്ങളിത് മാറ്റിക്കിട്ടും. പേരാമ്പ്ര വികസന സാധ്യതയുള്ള ഗ്രാമമാണ്, വികസന സാധ്യതയുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലം, ഒരുപാട് ഓൺ ഫണ്ടുള്ള സ്ഥലം. ആ പേരാമ്പ്ര വികസനം ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഇങ്ങനെ സഹോദരിമാർ വരെ ഈ അദൃഷ്ടകാലത്ത് സമരം ചെയ്യാനുള്ള ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗതികേടിലൊക്കെ പേരാമ്പ്രയെ മോചിപ്പിച്ചുകൊണ്ട് നല്ലൊരു പേരാമ്പ്രയെ സമ്മാനിക്കും. പക്ഷേ ഒരു വർഷക്കാലം ഇനി കിടക്കുന്നു. ആ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഇനിയും നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടത്ര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമരം ഞാൻ പറയാ, സാധാരണഗതിയിൽ നിങ്ങൾ ആണുങ്ങൾ സമരത്തിന് ലാത്തിച്ചാർജും പീരങ്കി ജലപീരക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ലാത്തിച്ചാർജിലും ജലപീരങ്കിലൊന്നും വീടുന്നതല്ല ഈ സഹോദരിമാരുടെ പോരാട്ട വീര്യം എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ സമരം ഏറ്റെടുത്ത സഹോദരി മുക്തകണ്ഠം ജില്ലയിലെ ഇവിടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഒരിക്കൽ കൂടി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ഉറപ്പിച്ചു പറയുന്നു, ഈ
ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാലിന്യം അറിയാനല്ല, ഈ പറയുന്ന 19 വാർഡിലെയും എടുത്തു വച്ചിട്ടുള്ള മാലിന്യം അടിയന്തരമായി എടുത്തു മാറ്റിയിട്ടില്ലായെങ്കിൽ ആ മാലിന്യവുമായി ഈ പഞ്ചായത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഈ പേരാമ്പ്ര പഞ്ചായത്തിലെ UDFന്റെ ബോധവന്മാരും നേതാക്കന്മാരും തയ്യാറാകും. ആ തയ്യാറെടുപ്പിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗമാണ് ഈ പഞ്ചായത്ത് സ്വീകരിക്കേണ്ടത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കേണ്ടത്. പഞ്ചായത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുർഘടമായ ഒരവസ്ഥയാണ്. ഓരോ വാർഡുകളിലും പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ ആളുകൾ വന്നുകൊണ്ട് വീട്ടിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് അവരെ പൈസ വാങ്ങി ഓരോ വീട്ടിൽ നിന്ന് പൈസയാണ് അവർക്ക് ആദ്യം വാങ്ങേണ്ടത്. പക്ഷെ മാലിന്യങ്ങൾ എടുക്കുന്നതിന് ഉത്തരവാദിത്വം വളരെയധികം ശോഷിച്ച അവസ്ഥയിൽ ഈ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നെടുക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനെതിരെ മുന്നിട്ടിറങ്ങിയ മഹിളാ കോൺഗ്രസിന്റെയും വനിതാ ലീഗിന്റെയും UDFന്റെയും ജില്ലാ പ്രവർത്തകർക്കും അഭിനന്ദനം അർപ്പിക്കുകയാണ്. മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ മാലിന്യവുമായിട്ട് ബുദ്ധിമുട്ടുന്നത് സ്ത്രീ ജനങ്ങളാണ്. സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വീട്ടിലൊക്കെ. ഇവരാദ്യം പറയുന്നത് ഇത് ഈ മാലിന്യങ്ങൾ തന്നെ ഒരുപാട് പേരിട്ട് കൊണ്ട് തന്നെ ജൈവ അജൈവ റിജക്റ്റഡ് അങ്ങനെ ഒരുപാട് പേരിട്ട് കൊണ്ട് ഈ മാലിന്യങ്ങൾ വേർതിരിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നതെന്നല്ലാതെ ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം ഒരു ഭാഗത്തിട്ട് അത് ഇപ്പോൾ ഈ ഒരു മഴ പെയ്ത അവസരത്തിൽ എല്ലാം കൂടി ചീഞ്ഞാളിന് സാംക്രമിക രോഗങ്ങളൊക്കെ പടരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പറയുന്നത് എന്തോ പോലീസുകാരൊക്കെ വരുന്ന പോലെ ഞങ്ങൾ എടുത്തു വെക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ആൾക്കാരും അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു.